ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോസ്തലൻ റോമാസഭയോട് പറയുകയാണ്, ഈ സന്ദേശം കേൾക്കുന്ന നമ്മോടും പറയുകയാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ഇതിനകത്ത് നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. അടുത്ത ഭാഗം പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം നമ്മുടെ ജഡം പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പാപത്തിൻ്റെ പ്രമാണത്തിനും മരണത്തിൻ്റെ പ്രമാണത്തിനും അടിമയായി കിടക്കുകയാണ്. എന്നാൽ ജഡത്താലുള്ള ബലഹീനത, അതിനെ ജയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിലോട്ട് പ്രവേശിക്കുന്ന, ജീവൻ്റെ പ്രമാണത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, 4-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നത്. പാപത്തിൻ്റെ പ്രമാണത്തെ അല്ല, മരണത്തിൻ്റെ പ്രമാണത്തെ അല്ല, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കാൻ. അവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ, നമ്മൾ അനുഭവിക്കേണ്ട ക്രൂശീകരണം പിതാവായ ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലോട്ട് അയച്ചിട്ട് ആ ശരീരത്തിൻ്റെ മേൽ ശിക്ഷ വിധിക്കുകയാണ്. മരത്തിന്മേൽ തൂങ്ങുന്ന എല്ലാവരും ശപിക്കപ്പെട്ടവൻ എന്ന വചനത്തിനകത്ത് ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി ആ ക്രൂശിൽ മരിച്ചതുപോലെ ആ ക്രൂശീകരണത്തെ വിശ്വസിക്കുമ്പോൾ പ്രിയരെ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ആ ക്രൂശീകരണത്തെ. കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ട, കർത്താവ് കാൽവരിയിൽ ഉടയ്ക്കപ്പെട്ട, 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ അകത്ത് ചലിക്കുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ. അങ്ങനെ ജയിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.